ഇതാണ് ആയിക്കോട്ടെ. ഇത് ഇളകുണ്ടോ? നല്ല ആയിക്കോട്ടെ, എന്നാ പോരെ. ഇന്നത്തെ സ്പെഷ്യലേ പരിപാടി ഉണ്ട് കേട്ടാ. ഇന്നൊരു കൃഷീൻ്റെ വിളവെടുപ്പാണ്. ചെറിയൊരു കൃഷി, അത് കാണിച്ചു തരാം. ഇവര് നമ്മളെ മീനിൻ്റെ ടാങ്ക് ആണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് നമ്മളെ മീനിൻ്റെ ടാങ്ക്. ഈ ഒരു പാത്രത്തിലേ കുറച്ച് മീനിന് കൊടുക്കാനുള്ള തീറ്റയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് മീനുകളുണ്ട്. അപ്പോൾ അതിന് കൊടുക്കാം നമുക്ക്. ഇത് മേലെ കച്ചറക്കാരെടുത്തിട്ട് രാജാ കയറിക്ക ഇരുമ്പണ്. അപ്പം ഞാനിതാ മീനിന് തീറ്റ കൊടുക്കട്ടോ. മീനുണ്ടോ? മീന് അപ്പോൾ മീന് നമ്മൾ തീറ്റ ഒക്കെ കൊടുത്ത് ഇനി മീന് നമ്മൾ കുറേ ആയിക്കണം മീനൊക്കെ പൊടിച്ചിട്ടിട്ടാ. അപ്പം മീൻ പിടിക്കണ ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്യും. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇന്നൊരു കൃഷീൻ്റെ വിളവെടുപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ മഞ്ഞൾ നട്ട തറകളാട്ടാ. ഇതാണ് മഞ്ഞൾ ഇതാ ഏകദേശം പാകമായിട്ടുണ്ട്. വിളവെടുപ്പിൻ്റെ സമയമാണ്. ഇതാണ് മഞ്ഞളുടെ തണ്ടാണിത്. ഉണങ്ങി ഏകദേശം പാകമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് വിളവെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് കാണിക്കാം എങ്ങനെയുണ്ട് നമ്മളെ മഞ്ഞൾ കൃഷി എന്നുള്ളത്. കൊന്നൊക്കെ മുള്ളുണ്ട്. ആദ്യം നമ്മൾ ഈ ചണ്ടൊക്കെ മാറ്റണം. നല്ല പുറത്താനെ ക്ലിയർ ഇട്ടു. കുഴഞ്ഞ് ചില്ലറ പരിപാടിയൊന്നുമില്ല കേട്ടാ. ഓക്കെ എൻ്റെ എടുത്തുക്കോ. നമ്മളെ കുരുമുളക് കണ്ടില്ലേ ഏകദേശം പാകമായിക്കണം കേട്ടോ. പൊട്ടിക്കാനായിക്കണം. ഇതാ പഴുത്ത് വരുന്നുണ്ട്. ഇഷ്ടം പോലെ കുരുമുളകാ. അങ്ങനെ കണ്ടില്ലേ നാടൻ കുരുമുളക്. അവിടെ നോക്കേ ഉണ്ടോ? ഇതാണ് നാടൻ പെപ്പർ. ചെറിയ മരങ്ങളോട്ടാ. ഇത് ഫുള്ളായി കായ്ച്ചിന്. ഇത് മാത്രമല്ല അവിടെ ഒക്കെ ഉണ്ട്. ഈ ഫുള്ള് പറമ്പിൽ മൊത്തം മഞ്ഞൾ പറിക്കട്ടാ. ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞുണ്ടല്ലോ നമ്മളെ മണ്ണും ചരലും പാടെ കൂടിയിട്ടുള്ള മണ്ണാണ്. കൂടുതൽ പാറയാണ്. മഞ്ഞളാട്ട നാടൻ മഞ്ഞള്. എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പം നമ്മളെ നാടൻ പിലാവില്ലേ, ഈ കാണാണ് നമ്മളെ നാടൻ പിലാവ് കേട്ടോ. അപ്പോൾ ചക്ക തീരെ ഇല്ലാത്തവരൊക്കെ വേണമെങ്കിൽ വന്ന് കൊണ്ടുപോയിക്കോളി. അപ്പോൾ ഈ പിലാവിൻ്റെ ചോട്ടിനാണ് നമ്മളെ മഞ്ഞൾ കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് ഇതൊക്കെ മഞ്ഞൾ കേട്ടോ. ഒരു 6 ഏരി നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കൃഷി.
അപ്പോൾ അതിൻ്റെ വിളവെടുപ്പാണ് നിങ്ങൾ കാണുന്നത്. മഞ്ഞൾ, നാടൻ മഞ്ഞൾ നമുക്ക് ഒരു വിഷാംശം കൂടാതെ നമുക്ക് നമ്മളെ വീട്ടിൽ കൃഷി ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന കേസാണിത്. നമ്മൾ അടുക്കള തോട്ടത്തിലൊക്കെ ഓരോ ചെറിയ 2 വിത്തിട്ടാൽ ഇതുപോലെ നാടൻ മഞ്ഞൾ നമുക്ക് കഴിക്കാൻ പറ്റും. ഉണ്ടല്ലേ, എന്താ സാധനം. നമ്മൾ ഇഞ്ചിനമാതിരി അതേമാതിരി കൂവൻ്റെ മാതിരിയൊന്നും വണ്ണം ഉണ്ടാവില്ല കേട്ടോ. മഞ്ഞൾ ആകുമ്പോൾ വണ്ണം കുറവായിരിക്കാം. അതാണ് നാടൻ മഞ്ഞളുടെ പ്രത്യേകത. നമ്മളെ ഈ മഞ്ഞൾ കൃഷി ചെയ്യുന്നത് എങ്ങനെയാ അറിയോ? നമ്മൾ ചെറിയ ഒരു ഏരിയ ഇങ്ങനെ ഉണ്ടാക്കും. എന്നിട്ട് മഞ്ഞളുടെ വിത്തുണ്ടല്ലോ, അതായത് മഞ്ഞളുടെ വിത്ത് ഇതിന് നമ്മളിങ്ങനെ ഓരോ പീസ് എടുത്തിട്ട് ഓരോ ഇടവിട്ട് ഇങ്ങനെ ഓരോ കുഴിയിലും ഇങ്ങനെ വെക്കും. പിന്നെ നമുക്ക് ചെറുതായിട്ട് വളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജൈവവളം, ചാണകപ്പൊടി, പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തൊക്കെ ഇതേമാതിരത്തെ ചപ്പ് ചവറ് അങ്ങനെ ഇലകളൊക്കെ നമുക്ക് വളമായിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ അത് മുളച്ച് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൽ മണ്ണിട്ട് കൊടുക്കാം. തറക്ക് ഒന്ന് മണ്ണിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇതിനുള്ളിൽ സാധനം ഉണ്ട്, കാണിച്ചു തരാം. കാണില്ല. അതെ, ഇത് പോണ്. അപ്പോൾ ശ്രദ്ധിച്ചോണ്ടി, മഞ്ഞളുടെ ഉള്ളിലൊക്കെ കൈയിടുമ്പോൾ ശ്രദ്ധിച്ചോളി. മഞ്ഞളുടെ ഉള്ളിൽ ഇതേമാതിരി കരിക്കും നടക്കുന്നുണ്ടാവും. അപ്പോൾ അത് പറിക്കുന്നവർ ശ്രദ്ധിച്ചോളി, ഇല്ലെങ്കിൽ നല്ല എട്ടിൻ്റെ പണി കിട്ടും. അപ്പോൾ നമുക്കത് വലിയൊരു റിസ്ക് പിടിച്ച പണിയൊന്നുമില്ല. പിന്നെ ഒരു കൊല്ലത്തിന് ഇതിങ്ങോട്ട് തിരിഞ്ഞ് നോക്കി തന്നെ വേണ്ട. ഒരു കൊല്ലം കഴിഞ്ഞ് നമുക്ക് ഇതേമാതിരി വിളവെടുക്കാനാവും അല്ലേ? അത് കൊത്തി ഉണ്ടാക്കാൻ, പറിക്കാനാണ് റിസ്ക്. ഇത് അത് നമ്മളിവിടെ ഇങ്ങനെ കൂടുതൽ പൊന്ത വരുന്ന സ്ഥലം, മണ്ണ് നമ്മളത് അങ്ങനത്തെ മണ്ണാണ്. അതുകൊണ്ടാണ് ഇത്ര പൊന്ത വരുന്നത്. നമ്മൾ ഈ പാടം പറമ്പ് ഏരിയയിലൊന്നും ഉണ്ടാക്കുമ്പോൾ ഇത്ര മണ്ണും ഇത്ര പൊന്ത വരില്ല. പൊന്ത വരുന്നത് ഇത്ര റിസ്ക്കില്ല. അപ്പോൾ ഇതേമാതിരി നമുക്ക് ഇങ്ങനെ വിളവെടുക്കാം. ഇനിയിപ്പോൾ ഈ വിളവെടുത്ത ഏരിയ നമ്മളെന്ത് ചെയ്യും, പൊക്കെ കളച്ചിട്ടിക്കാണ്. അതിന് ഓരോ ഏരിയ ആക്കി അതിൽ ഓരോ വിത്തിട്ട് കഴിഞ്ഞാൽ നനക്കേണ്ട ആവശ്യമില്ല, ഒന്നും വേണ്ട. അപ്പോൾ നമ്മളെ മഞ്ഞൾ ഇതാ നിന്നീന സാധനമാണ്. കംപ്ലീറ്റ് പറിച്ചിട്ടോ. പറിച്ച് നമ്മളെ വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാണിച്ചു തരാം. ചെറിയ കഷ്ണങ്ങളൊക്കെ എടുക്കണ്ട കേട്ടോ. പിന്നെ അപ്പോൾ എങ്ങനെയുണ്ട് ഉത്ത നമ്മളെ വിളവെടുപ്പ്? ഉഷാറല്ല? അപ്പോൾ നമുക്കിതാ ഒരു 3 കൊട്ട മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുണ്ട് സാധനം, നോക്കി അടിപൊളിയല്ലേ? ഇതേമാതിരി നാടൻ മഞ്ഞൾ. ഇനി നമുക്ക് ഒരുപാട് പണിയുണ്ട്. ഇതിന് വേരുകളൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് കഴുകി ഉണക്കണം. ഉണക്കിയിട്ട് വേണം പൊടിക്കാൻ. അപ്പോൾ ഒരു വിഷാംശമില്ലാത്ത നാടൻ മഞ്ഞൾ. അപ്പോൾ നമ്മൾ ചെറിയൊരു ഏരിയ കേട്ടോ, ഇത്ര ഈ കാണുന്ന ഒരു ചെറിയ ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ ഈ കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് കിട്ടിയ മഞ്ഞളാണ് ഈ കാണുന്നത്. സൂപ്പർ മഞ്ഞൾ തന്നെ, സൂപ്പർ മഞ്ഞൾ കേട്ടോ. ഇങ്ങോട്ട് നോക്കേ, അടിപൊളി സാധനം. കളർ കണ്ടില്ലേ? ഏതാ മുതൽ. അപ്പം അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാം, അടിപൊളി സാധനമാണ്. അപ്പോൾ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു, ക്ഷീണിച്ചു. ഇതാണ് ഇത്ര നമുക്ക് കിട്ടിയത്.
അപ്പോൾ ഇത്തിരി സാധനമാണ് നമുക്ക് ഈ പ്രാവശ്യത്തെ വിളവെടുപ്പ്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.